തിരുവനന്തപുരം മംഗലപുരത്ത് അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയിൽ നിന്ന് വാതകം മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുന്നു. ദേശീയപാത പള്ളിപ്പുറം മുതൽ മംഗലപുരം വരെയുള്ള ഗതാഗതം നിരോധിച്ചു. സലീം മാലിക് മംഗലപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, ഈ വാതകം മാറ്റുന്ന പ്രക്രിയ അത് എത്രത്തോളമായി? ഗതാഗത നിയന്ത്രണം, ഒപ്പം പ്രദേശവാസികൾക്കുള്ള മുൻകരുതൽ നിർദ്ദേശങ്ങൾ എങ്ങനെ? ഗോകുൽ, ഈ പാചകവാതകം ഈ ടാങ്കറിൽ നിന്ന് മറ്റ് ടാങ്കറുകളിലേക്ക് മാറ്റുന്നതിന്റെ പ്രക്രിയ അതിന്റെ 50% പൂർത്തീകരിച്ചു കഴിഞ്ഞു. നിലവിൽ ഇത് ഒരു കൂൾ ഓഫ് ടൈം എന്നൊക്കെ പറയുന്നത് പോലെ അല്പസമയം വിശ്രമമാണ്. നമുക്ക് ഈ ആദ്യത്തെ 2 ടാങ്കറുകളിലേക്കാണ് ഇപ്പോൾ നിലവിലുള്ള ഈ വാതകം മാറ്റിയിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം, അത് വിജയകരമായി പൂർത്തീകരിച്ചതിന് ശേഷം ഇനി 3ാമത്തെ ടാങ്കറിലേക്ക് മാറ്റുന്നതിന് മുൻപ് ഈ ടാങ്കർ ക്രെയിൻ ഉപയോഗിച്ച് നേരെ നിർത്തണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു ശ്രമകരമായ ദൗത്യത്തിനായുള്ള ഒരു വിശ്രമ സമയമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റോഡിലൂടെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. നേരത്തെ വാഹനങ്ങളൊക്കെ പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടായിരുന്നു ഈ പ്രക്രിയ നടന്നിരുന്നത്. അല്പസമയത്തിനകം തന്നെ ക്രെയിൻ എത്തി ഇത് നേരെ നിർത്തിയാൽ, ഈ ടാങ്കർ നേരെ നിർത്തിയാൽ അതിന്റെ 3ാം ഘട്ടത്തിലേക്ക് കടക്കും. 3ാം ഘട്ടത്തിലേക്ക് കടന്നാൽ വീണ്ടും ഈ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടുള്ള വലിയ ശ്രമകരമായ ഒരു ദൗത്യമാകും ഇവിടെ നടക്കുക. അതിനായി ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാൻ കഴിയുന്ന വിശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ കാണാൻ കഴിയും. ജോലി തൽക്കാലം കഴിഞ്ഞ മണിക്കൂറുകൾ നീണ്ടൊരു അധ്വാനം അതിന്റെ വിശ്രമവേളയിലാണ് ഇപ്പോഴുള്ളത്. അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ ക്രെയിനും കാത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. അല്പസമയത്തിനകം തന്നെ ആ ക്രെയിൻ കൂടി വന്നു കഴിഞ്ഞാൽ പിന്നീട് വളരെ വേഗത്തിൽ തന്നെ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഇവരുടെ ഒരു ആത്മവിശ്വാസം. രാത്രി 10 മണിയോടുകൂടി തന്നെ ഈ പ്രക്രിയ പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസത്തിലാണ് ഇവിടുത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഇവിടുത്തെ ഫയർ ഓഫീസറാണ്. സാർ, ഒരു വലിയ ദൗത്യമാണ്. സാധാരണഗതിയിൽ നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതിന്റെ അത്രയും വലിയ റിസ്ക് ഉള്ള ദൗത്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതുവരെ ഇതിന്റെ പൂർത്തീകരിച്ചത്? ഇനി അങ്ങോട്ട് എങ്ങനെയാണ്? ഇതുവരെ വാഹനം ഇപ്പോൾ മറിഞ്ഞതിന് ശേഷം ഫുൾ ചെക്ക് ചെയ്തു. അപ്പോൾ LPG ഇതുവരെ ലീക്കേജ് ഒന്നും തന്നെ ഇല്ല. അതുപോലെ ബുള്ളറ്റിന് വേറെ ഡാമേജസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ എല്ലാം സേഫാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത വീടുകളുണ്ടായിരുന്നു, അവിടെ നിന്നെല്ലാം ആൾക്കാരെ എല്ലാം മാറ്റി. അതുപോലെ നമ്മുടെ ഈ തൊട്ട് മുകളിലായിട്ട് തന്നെ നമ്മുടെ ഹൈവേ കൂടെയുള്ള ഗതാഗതം അത് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്തു. എന്നിട്ട് KSEB അധികൃതരെ അറിയിച്ച് കണക്ഷൻ പൂർണ്ണമായും കട്ട് ചെയ്ത് ഈ ലൊക്കേഷൻ ഫുൾ സേഫ് ആക്കിയതിന് ശേഷമാണ് അടുത്ത കണ്ടെയ്നറിലോട്ട് LPG ഷിഫ്റ്റ് ചെയ്തത്. ഇപ്പോൾ 2 കണ്ടെയ്നറിലായിട്ട് ഒരു 10 മെട്രിക് ടണ്ണോളം ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രെയിൻ ഉപയോഗിച്ച് ഈ ഒരു ബുള്ളറ്റ് നിവർത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിനായിട്ട് ക്രെയിന് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ രാത്രി ഇനി ടൈം വൈകുകയാണ്. അപ്പോൾ അതനുസരിച്ച് വെളിച്ചക്കുറവ് അങ്ങനെയുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ട് വരാൻ പോകുന്നു. അതിനുവേണ്ടി നമ്മുടെ ലൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റാൻഡ് ബൈ ആയിട്ട് കഴക്കൂട്ടത്തെ ഫയർഫോഴ്സും ചാക്കയിലെ ഫയർഫോഴ്സ് യൂണിറ്റും ഇവിടെയുണ്ട്. ഗോകുൽ, അങ്ങനെയാണ് ഒരു വലിയ ശ്രമകരമായ ദൗത്യമാണ്. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പക്ഷെ അപ്പോഴും വെളിച്ചക്കുറവ് തടസ്സമായാൽ അതിനെ നേരിടാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടാണ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഈ ഗ്യാസ് ഷിഫ്റ്റിംഗിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഗോകുൽ, ശരി. മംഗലപുരത്താണ് പാചകവാതക സിലിണ്ടറുമായി ടാങ്കർ ലോറി മറിഞ്ഞത്. അതിൽ നിന്ന് വാതകം മാറ്റുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. അതീവ ജാഗ്രതയോടും സൂക്ഷ്മതയോടും കൂടിയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ പ്രവർത്തികൾ ചെയ്യുന്നത്. രാത്രിയോടെ അതിലെ പാചകവാതകം മുഴുവനായി മറ്റ് ടാങ്കറുകളിലേക്ക് മാറ്റാൻ കഴിയും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. സലീം മാലിക്കാണ് മംഗലപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.